ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒരേ ഇൻഗ്രീഡിയൻസ് കൊണ്ട് രണ്ട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയാലോ, അതും ഈ തണുത്തിരിക്കുന്ന സമയത്ത് ചൂടോടുകൂടി ഇത് കിട്ടിയാലുണ്ടല്ലോ എന്തായിരിക്കും അല്ലേ സന്തോഷം. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതിട്ട് കൊടുക്കാം. 4 5 ബീൻസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1/4 കപ്പോളം ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇതൊന്നും ഒരുപാട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ഫ്രോസൺ ചെയ്ത കോണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, അതുകൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷനും ഗ്രീൻ പോർഷനും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബാണ് ഇടുന്നത്. ഇനി ഇതൊന്ന് വാടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഉപ്പും കുരുമുളകും കൂടിയിട്ട് വേവിച്ചത് ഇങ്ങനെ കൈകൊണ്ട് പിച്ചെടുത്തതാണ് കേട്ടോ, അതുകൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ, ആ സ്റ്റോക്ക് അതുകൂടി ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഏകദേശം 1.5 ലിറ്ററോളം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആളുകളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 കോഴിമുട്ടയുടെ വൈറ്റ് പോർഷനാണ് കേട്ടോ. അത് നമുക്ക് എടുത്തിട്ട് ബീറ്റ് ചെയ്യരുത്, ഞാൻ അറിയാതെ ഒന്ന് ബീറ്റ് ചെയ്ത് പോയതാണ്. പോലീസുകാരന് വീണ്ടും ഒരു അബദ്ധം പറ്റിയതാണ്, എല്ലാവരും ക്ഷമിച്ചേക്കുക. അത് നമുക്ക് തിളച്ച് വന്ന ആ ചിക്കൻ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ മിക്സ് ഉണ്ടല്ലോ, അതുകൂടി ഒഴിച്ച് കൊടുക്കാം. ഇത് ആദ്യം കോൺഫ്ലവർ മിക്സ് ഒഴിച്ചിട്ട് എഗ് യോക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. വീണ്ടും പോലീസുകാരൻ അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റിക്കൊണ്ടേയിരിക്കുകയാണ്, ക്ഷമിക്കുക എല്ലാവരും. ഇനി നമുക്കിത് സർവിംഗ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി സ്വീറ്റ് കോൺ വെജ് ആൻഡ് ചിക്കൻ സൂപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേ സൂപ്പ് തന്നെ ഉണ്ടല്ലോ, വേറൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുനുകുനാന്നരിഞ്ഞ പച്ചമുളക് വിനാഗിരിയിലിട്ടതുണ്ടല്ലോ, അത് കുറച്ച് ഈ സൂപ്പിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സോയാ സോസും കുറച്ച് ഹോട്ട് ചില്ലി സോസും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ കോൺ സൂപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷിയായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് എരിവും പുളിയോട് കൂടിയൊക്കെ കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഇനി നോർമലായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം. ഈ തണുപ്പ് സമയത്തെ ഇങ്ങനെ സൂപ്പൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാൻ മറന്നു പോകരുത്. വീണ്ടും കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. മാസല.